ഹലോ, സ്പാർക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 2 അപ്പോൾ ഇന്ന് നമ്മൾ വീട് പണിയാൻ തുടങ്ങാൻ പോവുകയാണ്. തമ്മിൽ കണ്ട പോലെ ആ ഒരു വീടാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യത്തിന് വലിയ സൈസ് തന്നെയായിരിക്കും. ഏകദേശം ഇത്രയുണ്ട് സൈസ് നമ്മുടെ വീട്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോബിൾ സ്റ്റോൻ്റെ അകത്ത് വരും. ഇത് ഞാൻ മാർക്കിങ്ങിന് വേണ്ടി വെച്ചൊരു ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബിൽഡ് തുടങ്ങിയാലോ. എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അറിയില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് പകുതി ആക്കിയിട്ട് ബാക്കി ഞാൻ നാളെ ആയിരിക്കും ചെയ്യുന്നത്. എന്തായാലും വീഡിയോ ഞാൻ എന്തായാലും ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാനിടും. എന്തായാലും ഇന്ന് ഞാൻ പറ്റുന്ന അത്രയും ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ അരപ്പുണ്ടെങ്കിൽ ഇവിടെ മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിൽഡ് തുടങ്ങിയേക്കാം, സമയം കളയണ്ട. ഓക്കെ, നമ്മുടെ ഏകദേശം ഇത്രയാണ് റിസോഴ്സസ്. ഫസ്റ്റ് നമുക്ക് ലോഗ് എടുക്കണം, എന്നിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങാം, പില്ലർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ സ്പ്രൂസ് മരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറേ തപ്പി സ്പ്രൂസിന്, പക്ഷേ സ്പ്രൂസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 4 ബ്ലോക്ക്, 4 തന്നെ മതിയോ? ഒന്ന് നോക്കട്ടെ, 1 2 3 4 മതിയാവുമോ? 4 മതി. ഓക്കെ, 4 ബ്ലോക്ക് തന്നെ ധാരാളം. ഓക്കെ, എന്നാൽ ഞാൻ ഇതുപോലെ 4 ബ്ലോക്ക് എല്ലാത്തിലും വെക്കാം. അപ്പോൾ എന്തായാലും എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 2 4 4 3 2 1 ആൻഡ് ലാസ്റ്റ്ലി 1 2 3 4. കറക്റ്റ് തികഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ള് വെച്ചപ്പോൾ ഒരു സ്റ്റാക്ക് ലോഗ് നമ്മുടെ തീർന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇത് കറക്റ്റ് തികഞ്ഞ്. ഓക്കെ, എന്തായാലും ഇത് കറക്റ്റ് സിമെട്രിക്കായിട്ടാണോ ഇരിക്കുന്നത്? അല്ല, സിമെട്രി എന്ന് വെച്ചാൽ കറക്റ്റ് പുറകെ ഇരിക്കുന്ന തന്നെ ഫ്രണ്ടിൽ അലൈനായിട്ട് തന്നെ ഇരിക്കണം, എനിക്ക് കുളവാകും. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ ചെയ്യുക? ഓക്കെ, ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. എന്തായാലും അത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ലോഗ് വെച്ച് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചുറ്റിച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ. ഓക്കെ, ഇനി പോയി ഉറങ്ങാം. ഓക്കെ, എന്തായാലും നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ വെച്ചാൽ ബോറാവും. ഓക്കെ, ഒരു ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? നമുക്ക് വെച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഗ്ലാസ് വെക്കണോ? അല്ല, വേണ്ട, നമുക്കിതിങ്ങനെ വെക്കാം. ഓക്കെ, നമ്മളിതെല്ലാം വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ട് എനിക്കത്ര കുഴപ്പമില്ലായിരിക്കുമല്ലേ? കുഴപ്പമില്ലായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇനി റൂഫ് കെട്ടണം. അത് ഭയങ്കര വലിപ്പമായിരിക്കും. ഇത് ഏകദേശം എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 ബ്ലോക്കുണ്ട്. ഇവിടുന്ന് ഏകദേശം ഞാൻ കെട്ടിയത് 22 ബ്ലോക്ക് എങ്ങാണ്ടാണ്. 22/13 ഇത് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ലോങ് ആണ്. റൂഫ് എന്നാ വെച്ച് കെട്ടുമെന്നാണ് എനിക്ക് ഐഡിയ ഇല്ലാത്തത്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അതിപ്പോൾ തൽക്കാലം റൂഫ് കെട്ടാൻ മാത്രം ഇല്ല. ഇതിനകത്തൊന്നുമില്ല. നമുക്ക് വുഡ് വെച്ച് തന്നെ കെട്ടേണ്ടി വരും. കാര്യം ചെയ്യാം, ഓക്ക് സ്ലാബ് വെച്ച് കെട്ടാം. ഓക്കിൻ്റെ പുറത്ത്. ഓക്കെ, നമ്മളെന്തായാലും റൂഫ് വെച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മിനിറ്റോളമൊക്കെ എടുത്ത് കാണും. ഞാൻ വിചാരിച്ച് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, ബട്ട് വലിയ ടൈമൊന്നും എടുത്തില്ല. എന്തായാലും നമ്മൾ റൂഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലോർ കെട്ടണം. ഇതിൻ്റെ ഫ്ലോർ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിയെ വേണം നമ്മളിത് ചെയ്യാൻ. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലോർ കെട്ടുന്നതിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്ലോർ എന്നാ വെച്ച് കെട്ടുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. കോബിൾ സ്റ്റോൺ വെക്കണോ അതോ ഡീപ്പ് സ്ലെറ്റ് ആണ് കുറച്ചുകൂടെ കാണാൻ നല്ലത്. ബട്ട് ഇപ്പം നമുക്കിവിടെ ഡീപ്പ് സ്ലെറ്റ് അവൈലബിൾ അല്ല. മൈനിങ്ങിന് പോകണം. ഈ മാസം ഇപ്പം നമുക്ക് ഡീപ്പ് സ്ലെറ്റ് ഒപ്പിക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ പറയാം എന്നാൽ മൈനിങ്ങിന് പൊക്കൂടെ എന്ന്. ബട്ട് ഇപ്പം മൈനിങ്ങിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. ഒന്നാമത് ഫുഡും കുറവാണ്,
നല്ല ആർമറും ഇല്ല. മോബ്സൊക്കെ നല്ല ഡാമേജാണ് നമുക്ക് തരുന്നത്. ഞാനിന്ന് കോപ്പർ എടുക്കാൻ കേവിൽ പോയത് ഓർമ്മയുള്ളൂ. 3 ഹാർട്ടിൽ ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ട് മുകളിൽ വന്നത്. ഒറ്റ അടിക്കൊക്കെ തന്നെ 4 ഹാർട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അയൺ ഫാമൊക്കെ ആയി അയൺ ആർമർ ആയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, കേവിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. അല്ല വല്ല എമർജൻസി ഉണ്ടായാൽ മാത്രം നമ്മൾ കേവിൽ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കോബിൾ സ്റ്റോൺ വെച്ച് തന്നെ നമുക്ക് ഇത് കെട്ടാം, നിലം കെട്ടാം. നമുക്ക് എന്നിട്ട് ഡീപ്പ് സ്ലേറ്റ് ആയിട്ട് നമുക്ക് പിന്നീട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് കോബിൾ സ്റ്റോൺ വെച്ച് തന്നെ നമുക്ക് കെട്ടാം. എന്തായാലും ഇപ്പോൾ കിടന്നുറങ്ങാം, രാത്രിയായി. ഓക്കെ, കോബിൾ സ്റ്റോൺ എടുക്കണമെങ്കിലും കേവിൽ പോകണം, അതാണ് മെയിൻ കാര്യം. അല്ല, ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട്, നമുക്ക് ഇത് എടുക്കാം. ഞാൻ മറ്റേ ഇവിടെ ഒരു ഐലൻഡ് കെട്ടാൻ വേണ്ടിയിട്ട്, വീട് പണിയുന്ന ഐലൻഡ് കെട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഡെർട്ട് മല ഇത്രയും പൊളിച്ച് ഇത്രയാക്കി. കോബിൾ സ്റ്റോൺ മാത്രമായിട്ട് ഞാൻ ഇവിടെ ഇട്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കോബിൾ സ്റ്റോൺ എടുക്കാം, സ്ലാബാക്കാം. ഏകദേശം ഇത്രയും വരുന്നുണ്ട്. ഇത് തികയില്ല, ഇത് തികയത്തില്ല ഒട്ടും. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. നേരത്തെ ഉണ്ടാക്കിയ ഷവലെല്ലാം പൊട്ടിപ്പോയി. ഒരു കോപ്പർ ഷവൽ, അതെടുത്ത് നമുക്ക് ഡയറക്റ്റ് മൈൻ ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിനടിയിലാണ്. ഒരു ബ്ലോക്ക് ലെങ്ത്ത് മാത്രമേ ഈ ഐലൻഡിനുള്ളൂ. അപ്പോൾ ഇത് വെക്കണമെങ്കിൽ ഇച്ചിരി ചടങ്ങായിരിക്കും. കാരണം നമ്മളിത് ഇങ്ങനെ പൊളിച്ച് വേണം, ഇങ്ങനെ പൊളിക്കണം. ഇങ്ങനെ പൊളിച്ചാൽ മാത്രമേ, ഞാനത് ഓർത്തുമില്ല. എന്തായാലും ഞാനത് ഇങ്ങനെ പൊളിച്ചിട്ട് ഓരോ ലെയർ ബൈ വെച്ച് പോവാം. ഇങ്ങനെ റൗണ്ടിൽ പൊളിച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ കറക്കി, മനസ്സിലായില്ല? എന്തായാലും ഞാനത് ചിലയിടത്തൊക്കെ 2 ബ്ലോക്കുണ്ട്, അത് ഞാനിങ്ങനെ പില്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്തായാലും ഞാനിത് ഒരു ലെയർ വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ലെയർ ഇങ്ങനെ കറക്കി വെക്കാം, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ സ്ലാബ് ഇനി വേണം. സ്ലാബ് ഏകദേശം തീരാറായി. ഒരു സ്റ്റാക്ക് ഇൻവെൻട്രിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഓരോ ലെയർ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 2, 3, 4, 5. ഓക്കെ, അങ്ങനെ ഈ ഒരു ബ്ലോക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ വലിയ ബോറില്ല. കോബിൾ സ്റ്റോൺ സ്ലാബ് ആണെങ്കിലും വുഡായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അതിനി ഇച്ചിരി ടോർച്ച് എടുത്ത് ഇവിടെ ലൈറ്റ് ചെയ്തേക്കാം. വീട് കംപ്ലീറ്റ് ആവുന്നവരെ ഇങ്ങനെ ഇരിക്കട്ടെ, മോപ്സ് ഒന്നും സ്പോൺ ആവണ്ട. എന്തായാലും ഓക്കെ, ഇത്രയും ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി ഗ്ലാസ് വെക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയിട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് കിടക്കുന്നത്. ഈ വീടിൻ്റെ യഥാർത്ഥ ലുക്ക് സെക്കൻഡ് ഫ്ലോർ വരുമ്പോഴാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. അല്ലേ മുകളിലോട്ട് എങ്ങനെ പോകും? സെക്കൻഡ് ഫ്ലോറിൽ അകത്തൂടെ പോകുന്നത് ഇത്തിരി ബോറായിരിക്കും. അതാലോചിക്കണം. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റ് ഡോറിനുള്ള ഒരു വീതി ആയിട്ടുണ്ട്. നമുക്ക് 2 ഒരു ഇതായിട്ട് വെക്കുകയും ചെയ്യാം, സ്റ്റെയർ കേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ 2 ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഇവിടെ ഗ്ലാസ് വെക്കാൻ തീരുമാനിച്ച്. നിൽക്കുക 1 സെക്കൻഡ്. ഇങ്ങനെ ഇത് ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇനി ഇവിടെ ഗ്ലാസ് വെക്കും, ഇവിടെ ഡോറും വെക്കും. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ വെക്കാം, മുകളിൽ ട്രാപ്പ് ഡോർ വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്നായിരിക്കും നമ്മുടെ സ്റ്റെയർ കേസ് വരാൻ പോകുന്നത്, മുകളിലോട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കിനി പൊളിച്ച് മാറ്റാം. ഇത് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് മാറ്റാം. ഇത്രയും പൊളിച്ച് മാറ്റിയിട്ട് ഒരു സ്റ്റെയർ കേസ് മുകളിലോട്ട് ഉണ്ടാക്കി ഇട്ടിട്ട് നമുക്ക് ബാക്കി ഗ്ലാസ് വെച്ച് തുടങ്ങാം. ഇല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ സ്റ്റെയർ കേസ് വെക്കാൻ വേണമെങ്കിൽ ഇവിടുന്ന് വെക്കണം. ഇവിടെ 1, 2, 3, 4. ഓക്കെ, 4 ബ്ലോക്ക് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ സ്റ്റെയർ കേസ് നമ്മളെന്തായാലും വുഡാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ വെക്കുന്നത്. കയ്യിലുണ്ട്. ബ്രിഡ്ജ് വെക്കണോ? ബ്രിഡ്ജിൻ്റെ സ്റ്റെയർ കേസ് നല്ലതായിരിക്കും. ബ്രിഡ്ജ് ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചാൽ ബിൽഡുകളിൽ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കത് ഫുള്ള് പ്ലാങ്ക് ആക്കിയിട്ട് ഇത്രയും മതി തൽക്കാലം. എന്നിട്ട് സ്റ്റെയർ കേസ് ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ റെക്കോർഡിങ് 1/2 മണിക്കൂറായിട്ടുണ്ട്. എന്തായാലും ഇത് കുറേ ലോങ് ആകും വീഡിയോ. ഐ തിങ്ക് കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്തോരം ആവുമെന്നൊന്നും അറിയില്ല, എങ്കിലും ഇച്ചിരി കഷ്ടപ്പെടണം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റെയർ കേസ്, എന്നിട്ട് ഇത് ഈ ഒരു ഭാഗം
പുതിയ പിക്ക് ബ്ലോക്കിൻ്റെ ഫ്യൂച്ചർ കൊണ്ടുവന്ന നല്ലൊരു ഇതാണ്. ഇൻവെർട്ടർ തുറക്കാതെ തന്നെ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊളിക്കണം, ഇത് പൊളിച്ച് മാറ്റണം. ഇത് അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ബോറാവും. ഇല്ലില്ല, കുഴപ്പമില്ല, ഒരു നല്ല കളറാണ്. എന്തായാലും ഇരിക്കട്ടെ. ഇതൊന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. ഇതുകൂടെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ഉറപ്പ് തോന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ സ്റ്റെയർ കേസ് ഒരു സ്ട്രക്ചറും കിട്ടും. എന്നിട്ട് ഏകദേശം നടുക്ക് ഇവിടെയായിട്ട് പിന്നെ കുറച്ച് ഡോഗ് അടുക്കി വെക്കാം. എന്നിട്ട് ഇവിടെ സ്ലാബ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കണക്റ്റും ചെയ്ത് വെക്കാം. പിന്നെ ഇതിനെ നമുക്ക് ചുറ്റിച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇവിടെയും കൂടെ വെക്കണം. അപ്പോൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ ലോഗ് ഇങ്ങനെ ചുറ്റിച്ച് ഇവിടെ കറക്റ്റ് ഈ ഒരു സെക്ഷന് മാത്രം ഇങ്ങനെയല്ല, ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇത് നല്ലതല്ലേ? അങ്ങനെയാണ് ഇതിനൊരു സെപ്പറേറ്റ് റൂം പോലെ ആക്കിയെടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് മതിയല്ലോ. ഇത് തന്നെ അടിപൊളി. ഇതിനെ ഇങ്ങനെ അടച്ച് മാറ്റാം. ഓക്കെ. ഇത് ഇവിടെ ഗ്ലാസ് വെക്കാം. ഇങ്ങനെ ടൂള് മാറ്റണം. ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എനിക്കത് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം വുഡ് ഇങ്ങനെ വെക്കുന്ന നേരെ വരത്തില്ല ചില സമയങ്ങൾ. ഇത് ഇങ്ങനെ ഇരിക്കുന്നതല്ല നല്ലത്, കുറച്ചുകൂടെ അല്ല. ഇത് ഇവിടുന്ന് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ 2 ഡോറ് വെക്കാം. അതാകുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു സ്പേസ് കിട്ടും. ഡോറ് വെച്ചിട്ടും കാര്യമില്ല. ഡോറ് വെച്ചിട്ട് വേണം നമുക്കിവിടെ ഒരു പെട്ടി വല്ല ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒരു സീക്രട്ട് ഇതുപോലെ ഓക്കെ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അതേ സാധനം തന്നെ നമ്മളെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി നോക്കിയാലും കാണാൻ ഇങ്ങനെയുണ്ട്. ഇതന്നെ ഇങ്ങനെ കൈ തട്ടി വന്നതായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ വെക്കാം. അപ്പോൾ എന്തായാലും അതേ സാധനം തന്നെ നമ്മൾ ഇപ്പുറത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡർ പോലെ വെച്ചത് ബോറായോ എന്ന് എനിക്കൊരു സംശയം. തൽക്കാലം അത് ഇരിക്കട്ടെ, നമുക്കത് നോക്കാം. എന്തായാലും ഇതിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് എന്തായാലും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതും ഓക്കെ ഇപ്പം ശരിയായി. എന്തായാലും എല്ലാം കറക്റ്റ് ഒരു ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയായിട്ട് ഒരു സെക്കൻഡ് ഫ്ലോർ പോലെ കെട്ടിയിട്ട് മണ്ടേക്കൂടെ റൂഫാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്തായാലും ഞാൻ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ വീഡിയോ എന്തായാലും ഇത് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതും പൊട്ടിച്ച് മാറ്റാം. ഇനി ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പം തന്നെ കാണാൻ അത്യാവശ്യത്തിനൊരു ലുക്കൊക്കെ ഉണ്ട്. ഇനി ഒരു ഗ്ലാസും കൂടെ വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ഞാനിവിടെ വെക്കാൻ പോകുന്നു. അത്യാവശ്യം 35 ഗ്ലാസോളം ഞാൻ ഇവിടെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇത്ര ആക്കുന്ന കാരണം ഇപ്പം തന്നെ 1 മണിക്കൂറായി. ഇനിയും കളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും ഞാൻ വൈബ്രാൻറ്റ് വിഷ്വൽസ് ഇട്ടൊന്ന് നോക്കട്ടെ. ഓക്കെ, വൈബ്രാൻറ്റ് വിഷ്വൽസ് ഇട്ടപ്പോഴും കാണാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യത്തിന് ലാഗുണ്ട്. ഓക്കെ, തമ്മിലൊക്കെ എടുക്കുമ്പോൾ വേണം വൈബ്രാൻറ്റ് വിഷ്വൽസ് യൂസ് ചെയ്യാം. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ലാഗ് ഇല്ല. വൈബ്രാൻറ്റ് വിഷ്വൽസിന് വലിയ ലാഗ് ഇല്ലാത്തതാണ്. എന്തായാലും ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ അത്ര റെക്കോർഡായില്ല ഗൈസ്. അപ്പോൾ സോറി കേട്ടോ, അത്ര റെക്കോർഡായില്ല. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ റെക്കോർഡർ നിൽക്കുന്നത്. ഞാൻ അടുത്ത ദിവസം ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസമായി. അപ്പം ഞാനത് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ റെക്കോർഡർ ഓണായിട്ടില്ല. ഞാനായിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ റെക്കോർഡറിനുള്ള എനേബിൾ ചെയ്തതേ ഉള്ളൂ, റെക്കോർഡ് ബട്ടൺ ഞെക്കിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഞെക്കുന്നത്. എന്തായാലും വലുതായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഗ്ലാസ് വെച്ച് ഈ 2 ട്രാപ്പ് ഡോർ ചുമ്മാ വെച്ച് മുകളിലത്തേനുള്ള ഒരു മാർക്കിങ് ചെയ്ത് ഇത്രയും ചെയ്ത് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ റെക്കോർഡർ ഓണായില്ല. പിന്നെ ഞാനത് ഓണാക്കി. ഓക്കെ, ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ബാക്കി ഇവിടെ സ്ലാബ് വെച്ചേക്കുന്നിടത്തെല്ലാം ലോഗോ വെച്ച് കെട്ടിയിട്ട്
ഒരു ഇതാക്കണം, എന്നിട്ട് മുകളിൽ കൂടെ ഒരു റൂഫ് കെട്ടണം. അങ്ങനെയാണ് നമ്മുടെ വീട് കംപ്ലീറ്റ് ആകും. എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. എന്തായാലും നമ്മൾ 2 സ്റ്റാക്ക് ഓക്ക് ലോഗ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് മതിയാവുമായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഇത് ഇവിടുന്ന് പൊളിച്ചിട്ട് ഇതിങ്ങനെ വെക്കണം. 1 2 3 ബ്ലോക്ക് ഹൈറ്റ് ധാരാളമായിരിക്കും. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വലിയ ഹൈറ്റ് വേണ്ട, നമുക്ക് ഒരു 3 ബ്ലോക്ക് മതിയാവില്ലേ? ഓക്കെ, 3 ബ്ലോക്ക് തന്നെ മതി. സെക്കൻഡ് ഫ്ലോറിൽ 3 ബ്ലോക്ക്, ഇവിടെ 1 2 3. ഓക്കെ, അപ്പോൾ നമ്മളെല്ലായിടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും കാണാൻ. ഇപ്പോൾ കാണാൻ ലുക്കായി വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ഹൗസ്. ഇനി എൻ്റെ മണ്ടയിൽ കൂടെ ഒരു കോൺ പോലെ റൂഫ് ഇങ്ങനെ കട്ടിയാൽ മതി. അതെങ്ങനെ കേട്ടാം, ഇവിടെ ഒരു റൂഫ്, ഇവിടെ ഓക്കെ, ഇവിടെ ഒരു വലിയ ഒരെണ്ണം, എന്നിട്ട് ഇവിടെ നടുക്കായിട്ടൊരു സെപ്പറേറ്റ് റൂഫ്, അങ്ങനെ കെട്ടാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ റൂഫ് വെച്ച് തീർന്നിട്ടുണ്ട്. ഇനി ബോർഡർ, ഇവിടുന്ന് എങ്ങനെ ബോർഡർ കെട്ടണം. പിന്നെ ഇവിടെ നമ്മളൊരു ബാൽക്കണി സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇവിടുന്ന് ഇങ്ങനെ വെക്കണം ഒരെണ്ണം. അത് നമുക്കിപ്പോൾ തന്നെ ചെയ്തേക്കാം, വെച്ചാൽ മതി. ഇനി നമുക്ക് അത് കഴിഞ്ഞ് റൂഫ് കെട്ടണം, മേൽക്കൂര. അപ്പോൾ അതിന് കുറേ സ്റ്റെയർ കേസ് വേണം. ഞാൻ എന്തായാലും അത് ഓക്കും ബ്രിഡ്ജും മിക്സ് ചെയ്തുണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നടുക്ക് ബ്രിഡ്ജ് വെച്ചിട്ട് ബോർഡറിന് ഓക്ക് വെച്ചാലും അങ്ങനെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അത് തന്നെ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഡോർ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ 2 എണ്ണം വെക്കാം. അപ്പം നമ്മുടെ ഏത് ഡോറാണ് നല്ലത്? ബ്രിഡ്ജിൻ്റെ ഡോറാണോ അതോ ഓക്കെ ഇങ്ങനെ വെച്ചാൽ ഒക്കെ നല്ലതാണ്. ഒക്കെ പൊട്ടിച്ച് മാറ്റാം. ബ്രിഡ്ജ് വെച്ചാലും നല്ലതാണ്. ഞാൻ എന്തായാലും ഓക്ക് തന്നെ വെക്കാൻ പോകുന്നു. ഞാൻ എപ്പോഴും ഓക്കാണ് യൂസ് ചെയ്യാറുള്ളത്. എന്തായാലും ഞാനിവിടെ ഓക്ക് വെക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഓക്ക് തന്നെ മതി. പിന്നെ ഡോറ് വരാൻ പോകുന്നത് ഇവിടെ ആയിട്ടൊരു 3 ഡോറ്. നമ്മൾ ഇതേവരെ സെറ്റപ്പ് ചെയ്യാത്തൊരു സംഭവമാണ് 3 ഡോറ്. ഞാൻ മൈൻക്രാഫ്റ്റിൽ ആദ്യമായിട്ടാണ് 3 ഡോറ് ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് 9 ഡോറ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് വരും. ഇവിടെ 1 2 3, അതുപോലെ തന്നെ 2 3 ഡോറ്. ഇവിടെ ഒരു ഡോറ്. ഈ വീടിനിപ്പോൾ കുറേ ഡോറായി, ഇഷ്ടം പോലെ ഡോറായി വീടിനുള്ളത്. കാണാൻ ബോറാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, നമുക്ക് 2 ഡോറ് തന്നെ ആക്കിയിട്ട് എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇത്തിരി സിമർട്ട് വലിയതായിട്ട് നമുക്ക് വേണ്ട, കാക്കി കുത്താതെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു ഇത് വെക്കാം. ഇതങ്ങനെ ഉണ്ട്. ഇതാ ഇച്ചിരി കൂടെ നല്ലത്. 3 ഡോറ് വെറുതെ വേണ്ട. എന്തായാലും 3 ഡോർ ആരും ഉപയോഗിക്കാനും പോകുന്നില്ല. അത് ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇരിക്കട്ടെ. പൊളിച്ച് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ കൊള്ളാം മുമ്പത്തെക്കാട്ടും. ഓക്കെ, ഇത് തന്നെ മതി. ഇനി നമുക്ക് കുറേ സ്റ്റെയർ കേസ് ക്രാഫ്റ്റ് ചെയ്യണം. സ്റ്റെയർ കേസ് ഇപ്പോൾ ഇത് തികയില്ല എങ്കിലും ഒരു വെച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി ക്രാഫ്റ്റ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇത്രയും ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ടെമ്പററി ബ്ലോക്ക് എടുക്കണം. ബിൽഡ് ചെയ്ത് മുകൾക്കാരൻ ഡർട്ട് മതി. ഫുഡ് കഴിക്കാം. ഇനി മുകളിലോട്ട് കയറി റൂഫ് കെട്ടാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് വെച്ച് ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെയല്ലേ റൂഫ് കെട്ടണ്ടേ? റൂഫ് കെട്ടേണ്ടത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കണം. ഒരു ബ്ലോക്ക് കൂടെ താഴ്ത്തി ഇങ്ങനെയല്ല, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് തുടങ്ങണോ അതോ ഏതാ നല്ലത്? നമുക്ക് വെക്കാം. വേണമെങ്കിൽ അത് അവസാനം ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ വെക്കാൻ പോകുന്നു. പൊട്ടിച്ചിട്ട് മുകളിലോട്ട് കയറാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് തുടങ്ങാം. ഇങ്ങനെ പ്ലേസ് ആക്കി ഇപ്പം ഞാൻ സ്പാമുകൾ ചെയ്യുന്നില്ല, തെറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഡേർട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അറ്റം വരെ
മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കാര്യമേ. ഓക്കെ, ഇതേ സംഭവം ഇവിടെയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ഇത് ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. റൂഫ് നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. വെറുതെ ചാടി പോയി. ഇപ്പം തന്നെ കാണാൻ ഇതുപോലെ ലുക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇരിക്കുന്ന പോലെ ഒരു റൂഫ്, ഇത് എങ്ങനെ കോൺ പോലെ ഇരിക്കുന്നതും കൂടെ ബിൽഡ് ചെയ്താൽ സംഭവം സെറ്റാവും. ബോർഡറിൽ നമുക്ക് ഓക്കാ വെക്കേണ്ട, അത് നമ്മൾ പൊളിച്ചിട്ട് വെച്ചോളാം. ബോർഡറിൽ നമുക്ക് ഓക്ക് വെച്ചാൽ മതി. അത് നമുക്ക് അവസാനം പൊളിച്ചിട്ട് വെക്കാം, ആദ്യം ഒരു ഔട്ട്ലൈൻ ആയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് അതെങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ്. അങ്ങനെയല്ല തിരിച്ച് വെക്കണം. ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ. ഞാൻ പണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ള വീടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെ റൂഫ് കെട്ടാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ അപ്പോൾ എൻ്റെ 2ാമത്തെ വീഡിയോ ആണ് ചാനൽ. ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നുകൂടെ ഇവിടെ ചെയ്യാം. ഓക്കെ, നമ്മളത് വെച്ച് കഴിഞ്ഞ് ഇനി നോക്കുമ്പോൾ കാണാൻ ഒരുവിധ ഷേപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊരു ബലം തോന്നിക്കുന്നില്ല. അത് നമുക്കിപ്പോൾ സെറ്റാക്കാം. ബലം തോന്നിക്കുന്നില്ല. അതിന് മുമ്പ് നമുക്ക് ബോർഡർ വെക്കണം. ബോർഡർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ടുള്ള ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ബോർഡർ വെക്കാനുള്ള മൊത്തം പൊളിച്ച് മാറ്റാം. അപ്പോൾ ഇതേ കൂടെ എല്ലാം ബോർഡറാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെല്ലായിടത്തും ബോർഡർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കതിന് ബലം തോന്നിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കയറാം. ബലം തോന്നിക്കണേ നമുക്ക് ഓക്ക് തന്നെ വേണ്ട. അപ്പം നമ്മുടെ ഓക്ക് എത്രയുണ്ട്? 7 തികയില്ല. ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് മുകളിൽ കയറാം. അപ്പോൾ വീട് കാണാൻ അടിപൊളി നിൽക്കുക. ഞാൻ ആ ഡെർട്ടും കൂടെ പൊളിക്കാം. ഡെർട്ട് അവിടെ ഇരുന്നിട്ട് എനിക്ക് എന്താ പോലെ ഇതും കൂടെ പൊളിച്ച് മാറ്റാം. നീ നോക്കിയാൽ ഇപ്പം വീട് കാണാൻ ഏകദേശം അടിപൊളിയാണ്. ബട്ട് നടുക്ക് എന്തോ കുറവുള്ള പോലെ. എനിക്ക് നടുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നടുക്കും കൂടെ ഒരു വാതിൽ വെക്കണം. വെച്ചിട്ട് കാര്യമില്ല. അല്ലേ നമുക്ക് നടുക്ക് എന്താ ചെയ്യാം? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും. അത് കാര്യം ചെയ്യാം. നടുക്ക് നമുക്കിത് ഫുള്ള് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് നമുക്ക് ഗ്ലാസ് വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. അന്നേരം അടിപൊളിയാവുമോ? ഇപ്പം കാണാൻ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. ഓക്കെ, ഇനി ഗ്ലാസും കൂടെ വെച്ചാൽ മതി. നമ്മുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആവും. എന്തായാലും ഞാൻ ഗ്ലാസ് കയ്യിൽ എന്തോരം ഉണ്ട്? 37 ഉണ്ട്. തികയുമോയെന്നറിയില്ല. ഞാൻ ഇത് മൊത്തം ഗ്ലാസ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ കൂടെ ഗ്ലാസ് വെച്ച പണി കഴിഞ്ഞ് ഇനി താഴോട്ട് ഇറങ്ങി നോക്കാം. ഇപ്പം കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട്. ആ ഓട്ടയൊന്ന് അടയ്ക്കണം. അത് നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് അടയ്ക്കാം. എന്നാൽ നമുക്ക് അതും കൂടെ ചെയ്യാം. ഇപ്പം ഒരു ക്ലീനായിട്ട് ഇരുന്നോളൂ. ഇനി ഞാൻ താഴോട്ട് പോയേക്കാം. ഒരു ബ്ലോക്ക് പൊട്ടിച്ച് താഴോട്ട് ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, വീടിൻ്റെ പണി ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ കാര്യങ്ങളും മുകളിലോട്ടുള്ള ഇതും ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഞാൻ പിന്നെ ഓഫ് ക്യാമറ ഉണ്ടാക്കിക്കോളാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീട് കാണാൻ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കുമായിരിക്കും. ഇനിയിപ്പോൾ അതെന്താണെന്നറിയില്ല, അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ഏതെങ്കിലും വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.